2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കർക്കിടക മാസത്തിലെ മരുന്നുകഞ്ഞി പാചകപ്പുരയിലാണ് KLCA പ്രവർത്തകർ. കർക്കിടക മാസത്തിലെ മരുന്നുകഞ്ഞിയുടെ പാചകപ്പുരയിലാണ് കുമ്പളങ്ങിയിലെ KLCA പ്രവർത്തകർ. കഴിഞ്ഞ 12 വർഷമായി മരുന്നുകഞ്ഞി വിതരണം ആരംഭിച്ചിട്ട്. കർക്കിടക നാളിലെ മരുന്നുകഞ്ഞിയുടെ പ്രാധാന്യം കൂടി വരുന്നതിനിടെയാണ് കുമ്പളങ്ങിയിലെ സെന്റ് ജോസഫ് ഇടവകയിലെ KLCA പ്രവർത്തകർ മരുന്നുകഞ്ഞിക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്നത്. സാധാരണ മനോഭാവത്തോടെയാണ് 3 ദിവസങ്ങളിലായി പാചകം നടന്നു വരുന്നത്. മരുന്നുകഞ്ഞിക്ക് ആവശ്യമായ വിവിധയിനം ഔഷധ സസ്യങ്ങളും പച്ചിലകളും അംഗങ്ങൾ തന്നെ സ്വന്തം വീട്ടുവളപ്പിൽ നിന്നും അടുത്തുള്ള പറമ്പിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്നാണ് മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി കർക്കിടക കഞ്ഞി വിതരണം നടത്തി വരികയാണ് KLCA പ്രവർത്തകർ. കുറുന്തോട്ടി, പൂവാങ്കുറിഞ്ഞി, ചെറുകുള, കരിക്കുറിഞ്ഞി, ഞവരാരി, പറപ്പിടകപ്പുല്ല്, സൈതാമ, മുക്കുറ്റി, പനിക്കൂർക്കയില, കൃഷ്ണതുളസി തുടങ്ങിയവ കഴുകി ചെറുകഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അരച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്താണ് മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. 10 പേർക്കായി തുടങ്ങിയ മരുന്ന് കഞ്ഞി വിൽപ്പന 12 വർഷം പിന്നിടുമ്പോൾ 400-ലേറെ പേർക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ടെന്ന് KLCA കൺവീനർ റാഫേൽ നാളിക്കാട്ട് പറഞ്ഞു. ഏകദേശം 12 വർഷം മുമ്പ് 50 പേർക്ക് മരുന്ന് കഞ്ഞി വെച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ KLCA എല്ലാ വർഷവും ഈ കർക്കിടകം ആദ്യത്തെ ആഴ്ചയിൽ ഈ മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു വരുന്നു. ഏകദേശം 400 പേർക്കുള്ള മരുന്ന് കഞ്ഞി ഇവിടെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചേച്ചിമാരെല്ലാവരും അവരുടെ പറമ്പിൽ നിന്നും തൊട്ടടുത്ത പറമ്പുകളിൽ നിന്നും പച്ചമരുന്ന് പറിച്ച് അതിവിടെ കൊണ്ടുവന്ന് ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഈ മരുന്ന് കഞ്ഞി ഇവിടെ 3 ദിവസങ്ങളിലായിട്ടാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. രോഗപ്രതിരോധത്തിനും ദഹനത്തിനും ഔഷധ കഞ്ഞിക്കുള്ളതിനാൽ അന്വേഷിച്ചു വരുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് മേഖലാ പ്രസിഡന്റ് ജോസ്മോൻ ഇടപ്പറമ്പിലും സെക്രട്ടറി റാണി ജോർജും പറഞ്ഞു. മരുന്ന് കഞ്ഞിയുടെ ആശീർവാദവും വിതരണോദ്ഘാടനവും ഇടവക വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ നിർവഹിച്ചു. ജോസ്മോൻ, തങ്കച്ചൻ കടവിപ്പറമ്പിൽ, പൗളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സെലിന ജോസഫ്, LC ജോർജ്, ഷീബ ജോർജ്, മെറ്റി നാങ്കേരി, മെയ്മി ജോൺസൺ, സജി, ജോർജ് നാങ്കേരി, ജൂലി സേവർ, റീത്താമ, നിഷ ജോബോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരുന്ന് കഞ്ഞി വിതരണം നടന്നത്.